ഇപ്പോൾ ലോകത്ത് വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ഓൺലൈൻ മാർക്കറ്റ് ഉണ്ട്. അതിൻ്റെ പേരാണ് പോളി മാർക്കറ്റ്. സിമ്പിളായി പറഞ്ഞാൽ പോളി മാർക്കറ്റ് ഒരു പ്രഡിക്ഷൻ ബെറ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അതായത് ആളുകൾ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രിഡിക്റ്റ് ചെയ്ത് കാശുണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം. ശരിയായ പ്രഡിക്ഷൻ ആണെങ്കിൽ പ്രോഫിറ്റ്, തെറ്റായ ലോസ്. അതായത് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് പോലെയല്ല, ഫ്യൂച്ചർ ഇവൻസിൽ ബെറ്റിംഗ് മാർക്കറ്റാണിത്. ഉദാഹരണത്തിന് ട്രംപ് അടുത്ത യുദ്ധം പ്രഖ്യാപിക്കുമോ, അല്ലെങ്കിൽ ഇന്ത്യയിൽ റിസഷൻ വരുമോ, ഇറാൻ US വാർ അവസാനിക്കുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവ് റിസൈൻ ചെയ്യുമോ, ഇങ്ങനെയുള്ള ഫ്യൂച്ചറിൽ സംഭവിക്കാൻ പോകുന്ന ഇവൻസിൽ ആൾക്കാർ ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ച് ബെറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ലോകത്ത് ഇതിൻ്റെ പോപ്പുലാരിറ്റി വളരെ വേഗം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 2026 മാത്രമായി ഏകദേശം $30 ബില്യൺ ഇതിൻ്റെ ട്രേഡ് വോളിയം വരുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇതിലിപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? ഇത് പ്യുവർ ലക്ക് ഗെയിം മാത്രമല്ല, ഇൻഫർമേഷൻ അഡ്വാൻറ്റേജ് ഗെയിമാണ്. കാരണം എല്ലാവർക്കും ഒരുപോലെ ഇൻഫർമേഷൻ ലഭിക്കണമെന്നില്ല. ഒരു ഇൻസൈഡറിന് പൊളിറ്റിക്കൽ കോൺടാക്ട്സ് ഉണ്ടാകും, മിലിറ്ററി ഇൻഫർമേഷൻസ് കിട്ടും, കോർപ്പറേറ്റ് ഡാറ്റ ആക്സസ് ഉണ്ടാകും. അപ്പോൾ സാധാരണ ആളുകളെക്കാൾ മുമ്പ് അയാൾക്ക് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലും പോളി മാർക്കറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വേഗത്തിൽ കൂടുകയാണ്. കേരള ഇലക്ഷൻ, തമിഴ്നാട് ഇലക്ഷൻ, ഇന്ത്യൻ പൊളിറ്റിക്സ്, ക്രിപ്റ്റോ, അതുപോലെ തന്നെ ക്രിക്കറ്റ്, ഇതൊക്കെ ഇന്ത്യൻ യൂസേഴ്സ് ഇപ്പോഴും ബെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇന്ത്യയിൽ ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന്, ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് ആർക്കും അറിയില്ല. ഇതിൽ മറ്റൊരു ടെസ്റ്റും കൂടി ഉണ്ട്. 70% ആൾക്കാരുടെയും കാശിൽ പോയിക്കൊണ്ടേ തന്നെ ഇരിക്കുകയാണ്. സ്വാഭാവികമാണ്, ബെറ്റിംഗ് ആകുമ്പോൾ അത് തന്നെ സംഭവിക്കുള്ളൂ. ഇതിന് ഇൻസൈഡർ ട്രേഡിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് വാൻ ഡൈക്ക് കേസ്. ഒരു US സ്പെഷ്യൽ ഓഫീസറാണ് അദ്ദേഹം സ്വന്തമായി ചെയ്യാനിരിക്കുന്ന വെനസ്വേലൻ ഓപ്പറേഷനെ കുറിച്ച് മുൻകൂട്ടി പോയി പോളി മാർക്കറ്റിൽ പോയി ബെറ്റ് ചെയ്തു. അത് ഏകദേശം $33,000. ഓപ്പറേഷൻ നടന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രോഫിറ്റ് $4,00,000. ഇയാൾക്ക് ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാനുള്ള കഴിവൊന്നുമില്ല, പക്ഷേ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ക്ലാസിഫൈഡ് ഇൻഫർമേഷൻസ് അയാൾക്കുണ്ടായിരുന്നു. അതിനെയാണ് ഇൻസൈഡേഴ്സ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇതൊരു സിനിമയൊന്നുമല്ല, ഇതിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് US കേസായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലൊക്കെ തന്നെയാണ് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നതും, അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അറ്റാക്ക്, അല്ലെങ്കിൽ ഏതെങ്കിലും പൊളിറ്റിക്കൽ അസാസിനേഷൻസ്. ഇതൊക്കെ സസ്പീഷ്യസ് ആയിട്ട് ചില ബെറ്റിംഗ് പാറ്റേൺസ് കാണുന്നുണ്ട്. ചില അക്കൗണ്ടുകൾ അറ്റാക്ക് നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് മാത്രം ബെറ്റ് ചെയ്യുന്നു, പിന്നീട് കോടിക്കണക്കിന് ഡോളേഴ്സ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു. അവിടെയാണ് വലിയൊരു ചോദ്യം വരുന്നത്. ഇത് പ്രഡിക്ഷൻ മാർക്കറ്റ് ആണോ, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ആക്സസ് ഉള്ളവർ കാശുണ്ടാക്കുന്ന ഒരു മെഷീനാണോ? സാധാരണ ആൾക്കാർക്ക് മിലിറ്ററി ഇന്റലിജൻസ് ആക്സസ് ഇല്ല, പൊളിറ്റിക്കൽ ഇൻസൈഡേഴ്സ് കോൺടാക്റ്റും ഇല്ല, ഒരു അൽഗോരിതത്തിന്റെ സഹായവുമില്ല. അപ്പോൾ ഇവിടെ കാശുണ്ടാക്കുന്നവരാണ്. ഇതെല്ലാം ആക്സസിബിലിറ്റി ഉള്ള വലിയ വലിയ കളിക്കാരാണ്. ഇന്ത്യയിൽ ഇത്തരം ബെറ്റിംഗ് കാര്യമായി നടക്കുന്നില്ലെങ്കിൽ പോലും അതിന് പകരമായി ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സെഗ്മെന്റ് ഉണ്ട്. അവിടെയും ഏകദേശം പ്രൊഡിക്ഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സെബിയുടെ കണക്ക് പ്രകാരം ഏകദേശം 91% ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡേഴ്സും ലോസിലാണ്. 2025 മാത്രം ഏകദേശം 1,00,000 കോടി രൂപയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ജെയിൻ സ്ട്രീറ്റ് പോലുള്ള വലിയ വലിയ സ്ഥാപനങ്ങൾ ബാങ്ക് നിഫ്റ്റി മാനിപ്പുലേറ്റ് ചെയ്ത് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവർക്ക് നിസ്സാരമായി ഒരു 5,000 കോടിയുടെ ഫൈനാണ് സെബിക്ക് ചുമത്താൻ പറ്റിയിരിക്കുന്നത്. അവരെ കൊണ്ട് അത് മാത്രമേ പറ്റുള്ളൂ. ഈ ഗെയിമിൽ ഏറ്റവും വലിയ പവർ മണിയല്ല, ഇൻഫർമേഷനാണ്. ഫ്യൂച്ചർ പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നവരല്ല, ഫ്യൂച്ചറിനെ കുറിച്ച് ആദ്യം അറിയുന്നവരാണ് ഇവിടെ കാശുണ്ടാക്കുന്നവർ.